കർത്താവിന്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സിയോൻ സഞ്ചാരി ഗ്രൂപ്പിന്റെ അഡ്മിൻ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇതിലെ ഓരോ മെമ്പേഴ്സിനും യേശുക്രിസ്തു നാമത്തിലെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്ന ഞാനൊരു കഥ പറയുവാനാണ് ആഗ്രഹിക്കുന്നത്. എൻ്റെ കഥയുടെ പേര് ഈ കടം ആര് കൊടുത്തു തീർക്കും. ഒരിക്കൽ ഒരു രാജ്യത്ത് ഒരു മിലിറ്ററി ഓഫീസർ കുടുംബമായി താമസിച്ചിരുന്നു. താൻ വിശ്വസ്തനായ ഒരു ഓഫീസറായിരുന്നു. തന്റെ കുടുംബം വളരെ സന്തോഷമായി ജീവിച്ചിരുന്ന ഒരു കാലം. തനിക്ക് ഭാര്യ, മക്കൾ, അപ്പൻ, അമ്മമാർ, സഹോദരങ്ങളെല്ലാം അടങ്ങുന്നൊരു നല്ല മാതൃകയുള്ളൊരു കുടുംബമായിരുന്നു. താൻ മിലിറ്ററിയിൽ ജോലിയായി വർഷങ്ങൾ കടന്നുപോയി. ചില നാളുകൾ കഴിഞ്ഞപ്പോൾ തന്റെ കുടുംബത്തിൽ തന്റെ വരുമാനം കൊണ്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥകൾ തന്റെ ജീവിതത്തിൽ കടന്നു വന്നു. താൻ ഓരോ പ്രാവശ്യവും ലീവിന് നാട്ടിൽ വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ വലിയ കടബാധ്യതയുള്ളവനായി പോകേണ്ടി വന്നുകൊണ്ടേയിരുന്നു. വീട്ടിൽ ചിലവുകൾ കൂടി ബാധ്യതകൾ വർദ്ധിച്ചു വന്നുകൊണ്ടിരുന്നു. ഇതിനൊരു പരിഹാരം കാണാൻ കഴിയാതെ താൻ മനസ്സ് നീറി നീറി ഓരോ ദിവസവും ജീവിച്ചുകൊണ്ടിരുന്നു. എന്നാൽ താൻ ഈ വിഷയങ്ങളൊന്നും ആരോടും പങ്കുവെക്കുകയോ പറയുകയോ ഇല്ലായിരുന്നു. താൻ ജോലി സ്ഥലത്തും വീട്ടിലുമെല്ലാം ഒരു വിശ്വസ്തനായ മാന്യനായ വ്യക്തിയായിരുന്നു. തന്റെ കൂടെ ജോലി ചെയ്യുന്നവർക്കെല്ലാം താൻ വിശ്വസ്തനായ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. തന്റെ മേലുദ്യോഗസ്ഥന്മാർക്കും താൻ പ്രിയപ്പെട്ടവനായിരുന്നു. ഒരു ദിവസം താൻ ലീവിന് നാട്ടിൽ വന്നപ്പോൾ വീട്ടിന്റെ അവസ്ഥകൾ ഹൃദയഭേദകമായി. പട്ടിണികളും കടഭാരങ്ങൾ കൊണ്ട് താൻ നീറി വലിയൊരു കടഭാരത്തിന് ഉടമയായി താൻ മാറ്റപ്പെട്ടു. തനിക്ക് ആരോടും സംസാരിക്കാൻ കഴിയുന്നില്ല. ഭാര്യയോടോ കുഞ്ഞുങ്ങളോടോ മാതാപിതാക്കളോടോ കൂടെ ചേർന്ന് സന്തോഷിപ്പാൻ താൻ കഴിയാത്തൊരവസ്ഥയിലൂടെ താൻ കടന്നുപോയി. താൻ ആകെ ചിന്താഭാരമുള്ളവനായി. എങ്ങനെയും തന്റെ ജീവൻ നഷ്ടപ്പെടുത്തുകയേ ഇനി മാർഗമുള്ളൂ. ഈ ഭൂമിയിൽ ജീവിക്കാൻ ആഗ്രഹം തനിക്ക് നഷ്ടമായി. താൻ മരിക്കാൻ തന്നെ തീരുമാനിച്ചു. അത് എങ്ങനെ? വീട്ടിൽ വെച്ച് വേണ്ട. താൻ തന്റെ വീട്ടുകാരോട് ലീവിന് വന്നപ്പോൾ കള്ളം പറഞ്ഞു പെട്ടെന്ന് താൻ ജോലി സ്ഥലത്തേക്ക് മടങ്ങിപ്പോകുവാൻ തീരുമാനിച്ചു. പിറ്റേ ദിവസം തന്നെ ജോലി സ്ഥലത്തേക്ക് താൻ മടങ്ങിപ്പോയി. നീറുന്ന ഹൃദയവും വിറയ്ക്കുന്ന കാലുകളുമായി തന്റെ റൂമിലേക്ക് താൻ കടന്നുപോയി. ഒറ്റ ആഗ്രഹം മാത്രം, മരിക്കണം. അത്രമാത്രം തന്റെ ജീവിതത്തിന്റെ ആഗ്രഹം. അന്നേരം അന്ന് ഒരു ദിവസം താൻ നേരം ഇരുട്ടുവാൻ തന്നെ കാത്തിരുന്നു. താൻ ആ കാത്തിരുന്ന ഒരു ദിവസം വന്നു. നേരം സന്ധ്യ മയങ്ങി തുടങ്ങി. എങ്ങും ഇരുട്ട് വീണു കഴിഞ്ഞു. എന്നാൽ അത് യുദ്ധകാലമായിരുന്നു. യുദ്ധകാലമായതിനാൽ തന്റെ റൂമുകളിലൊന്നും വെളിച്ചം വയ്ക്കുവാൻ പാടില്ല എന്ന് മേലുദ്യോഗസ്ഥന്മാർ പറഞ്ഞിരുന്നതിനാൽ അന്ന് സന്ധ്യയായപ്പോൾ എല്ലാ ടെൻഡറുകളിലും ഉള്ളതായ വിളക്കുകളെല്ലാം അണഞ്ഞു. താൻ മരിക്കുവാനായി കാത്തിരുന്ന ആ നിമിഷത്തിന് വേണ്ടി താൻ ഉറങ്ങാതെ താൻ കാത്തിരുന്നു. എല്ലാവരും ഉറങ്ങണം. അടുത്ത റൂമുകൾ താമസിക്കുന്ന എല്ലാവരും ഉറങ്ങിയിട്ട് വേണം തന്റെ ആഗ്രഹം സാധിക്കുവാൻ. താൻ അലട്ടുന്ന ചിന്തകളും വേദനിക്കുന്ന ഹൃദയവുമായി രാത്രിയുടെ യാമത്തിൽ താൻ ഓരോന്ന് ചിന്തിച്ച് താൻ കാത്തിരുന്നു. എങ്ങനെ മരിക്കണം? ആ ചിന്ത മാത്രമേ തൻ്റെ ഉള്ളത്തിലുള്ളായിരുന്നു. പെട്ടെന്ന് താൻ ആ നിമിഷത്തിൽ തൻ്റെ അപ്പൻ, അമ്മ, ഭാര്യ, മക്കൾ ഇവരുടെ എല്ലാം മുഖങ്ങൾ തൻ്റെ മനസ്സിലൂടെ ഓടിയെത്തി. താൻ തൻ്റെ കൈക്കൊമ്പിളിൽ മുഖം അമർത്തി പൊട്ടി കരഞ്ഞു. എല്ലാവരും നിശബ്ദമായി. എങ്ങും വെളിച്ചമില്ല, കൂരിരുട്ട് മാത്രം. അടുത്ത റൂമിൽ ഉണ്ടായിരുന്ന അരണ്ട വെളിച്ചവും അണഞ്ഞു. തന്നെ കൂരിരുട്ടുകൊണ്ട് മൂടി. പുറമെയുള്ള ഇരുട്ടിനേക്കാൾ തന്റെ ഹൃദയം കൂരിരുട്ടായി മാറുവാൻ തുടങ്ങി. ഒരു തീരുമാനമെടുക്കുവാൻ തനിക്ക് കഴിയാതെ താൻ ഭാരപ്പെട്ടു. കുറച്ചു നേരം കൂടെ ചിന്തിച്ചു താൻ ഇരുന്നു. തന്റെ ചെറിയ അരണ്ട വെളിച്ചമുള്ള വിളക്ക് താൻ കത്തിച്ചു മേശപ്പുറത്ത് വെച്ചു. എന്നിട്ട് തന്റെ മുറി വെറുതെ ഒന്ന് ചാരിയിട്ടു. താൻ വന്ന് ഒരു പേപ്പർ എടുത്തു, പേനയും എടുത്തു. താൻ ആർക്കൊക്കെ പണം കൊടുക്കുവാനുണ്ടോ അവരുടെ ഓരോരുത്തരെയും പേരുകൾ എഴുതി അവർക്ക് കൊടുക്കുവാനുള്ള തുകകളും താൻ എഴുതി വെച്ചു. എല്ലാം കൂടെ കൂട്ടി കുഴച്ചു നോക്കിയപ്പോൾ വലിയൊരു ഭീമമായ തുക. തന്റെ കണ്ണുകൾ അത് നോക്കി. കണ്ണുകൾ പുറത്തേക്ക് തള്ളുവാൻ ഉന്തി വരുന്നതുപോലെ തനിക്ക് തോന്നി. തന്റെ കണ്ണുകൾ താൻ അറിയാതെ ഈറനണിഞ്ഞു. കണ്ണുനീർ തൂകിക്കൊണ്ടേയിരുന്നു. താൻ വിചാരിച്ചാൽ ഇത് ഒരിക്കലും കൊടുത്തു തീർക്കാൻ കഴിയത്തില്ല. താൻ എല്ലാവരുടെയും മുമ്പിൽ നിന്നയായി മാറും. ഇനിയും താൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. താൻ ഇങ്ങനെ ചിന്തിച്ചു. ഇനി താൻ ജീവിച്ചിരുന്ന് നിന്നയായി തീരുന്നതിനേക്കാളും മരിക്കുക. ഒറ്റ നിമിഷം കൊണ്ട് എല്ലാം കഴിയുമല്ലോ. താൻ ഒത്തിരി നേരം അങ്ങനെ
ചിന്തിച്ച് താൻ കരഞ്ഞു 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 മേശമേൽ ഇരുന്നതായ ആ ബുക്കിൽ നിന്നൊരു പേപ്പർ എടുത്ത് ആ പേപ്പറിനകത്ത് താൻ എഴുതിയതായ എല്ലാ തുകകളും എഴുതി വെച്ച് താൻ ആ മേശപ്പുറത്തേക്ക് ആ പേപ്പറും അതിനു മുകളിൽ പേനയും വെച്ചു. അതിനു മുകളിൽ താൻ വെച്ചിട്ട് തന്റെ റിവോൾവർ എടുത്തു. തന്റെ ആ തോക്ക് താൻ നിറച്ചു വെച്ചു. താൻ ആ തോക്ക് തന്റെ തലയോട് അടുപ്പിച്ചു നോക്കി. ആ നിമിഷം തന്റെ ഭാര്യയെയും തന്റെ സ്നേഹനിധിയായ പിഞ്ചു കുഞ്ഞുങ്ങളെയും അവരുടെ മുഖങ്ങൾ തന്റെ മനസ്സിലൂടെ ഓടി വന്നു. താൻ അവരുടെ മുഖങ്ങൾ ഓർത്തപ്പോൾ പൊട്ടി പിന്നെയും കരയുവാൻ തുടങ്ങി. താൻ ഒരു നിമിഷം തോക്ക് തന്റെ തലയോട് ചേർത്ത് വെച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ടേയിരുന്നു. താൻ കരഞ്ഞു കരഞ്ഞ് മേശമേൽ തല താഴ്ത്തി അങ്ങനെ കുറച്ചു നേരം ഇരുന്നു. പെട്ടെന്ന് താൻ അറിയാതെ ഒന്ന് മയങ്ങിപ്പോയി. ഈ സമയം തന്റെ മിലിറ്ററിയുടെ കമാൻഡർ തന്റെ വേഷം മാറി താൻ ഓരോ ക്വാർട്ടേഴ്സുകൾ പരിശോധിക്കുവാൻ തുടങ്ങി. കാരണം യുദ്ധസമയമായതിനാൽ രാത്രികാലങ്ങളിൽ റൂമുകളിൽ വെളിച്ചം കാണാൻ പാടില്ല എന്നും കമാൻഡർ പറഞ്ഞിരുന്നു. താൻ ഓരോ ക്വാർട്ടേഴ്സും പരിശോധിച്ച് എങ്ങും വെളിച്ചമില്ല, എല്ലാം അന്ധകാരമായി കിടക്കുന്നു, എല്ലാം ശാന്തതയായി കിടക്കുന്നു. താൻ നിശബ്ദമായി ഓരോ ടെൻഡറുകളും അങ്ങനെ പരിശോധിച്ചു കൊണ്ടുവരുമ്പോൾ പെട്ടെന്ന് താൻ അധികം സ്നേഹിക്കുന്ന തന്റെ വിശ്വസ്തനായ ഉദ്യോഗസ്ഥന്റെ മുറിക്ക് അരികിൽ വന്നു. ആ റൂമിന്റെ അടുത്തുകൂടെ പോയപ്പോൾ ആ മുറിയിൽ ഒരു അരണ്ട വെളിച്ചം താൻ കണ്ടു. ആ മുറിയുടെ വാതിൽ പഴുതിൽ കൂടെ നോക്കി ഇരുണ്ട വെളിച്ചത്തിൽ താൻ കണ്ടു മേശമേ തല താഴ്ത്തി വെച്ചു ഉറങ്ങുന്ന സ്നേഹിതനായ തന്റെ വിശ്വസ്തനായ ഉദ്യോഗസ്ഥൻ. തനിക്ക് എന്തോ ഒരു സംശയം, ഒരു പന്തിക്കേട് തോന്നി. ആ മുഖം കരഞ്ഞു വല്ലാതെ വീർത്തിരിക്കുന്നതായി ആ അരണ്ട വെളിച്ചത്തിൽ തനിക്ക് തോന്നി. താൻ മെല്ലെ കതകിന്റെ പാളി ഒന്ന് തള്ളി നോക്കി. കുറ്റിയിട്ടിട്ടില്ല. താൻ ശബ്ദം ഉണ്ടാക്കാതെ മെല്ലെ അകത്തു കടന്നു. കരഞ്ഞു ഉറങ്ങിപ്പോയ തന്റെ പടയാളി. താൻ ആ മുഖത്തെയും ഒന്ന് സൂക്ഷിച്ചു നോക്കി. ദുഃഖം കൊണ്ട് നിറഞ്ഞ കണ്ണുകൾ, മുഖം വാടിയിരിക്കുന്നു. അടുത്ത് തന്നെ നിറച്ചു വെച്ചിരിക്കുന്ന തോക്ക്. പെട്ടെന്ന് മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന പേപ്പറിൽ തന്റെ കണ്ണുകൾ ഒടുക്കി. താൻ ആ പേപ്പർ കയ്യിലെടുത്തു വായിച്ചു നോക്കി. അതിൽ അനേക പേരുടെ പേരുകൾ എഴുതി. അതിൽ കൊടുക്കുവാനുള്ള തുകയും ഒടുവിൽ എഴുതി കൂട്ടിച്ചേർത്ത തുകയും അതിന്റെ അടിയിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഈ കടം എനിക്ക് വേണ്ടി ആര് കൊടുത്തു തീർക്കും? കമാൻഡർ ഒരു നിമിഷം അതിലേക്ക് സൂക്ഷിച്ചു നോക്കി. ഒരു നിമിഷം കൊണ്ട് തന്റെ കീഴിലുള്ള ഈ ഉദ്യോഗസ്ഥന്റെ അവസ്ഥകൾ താൻ മനസ്സിലാക്കി. ഉടനെ തന്നെ തന്റെ കീശയിൽ നിന്ന് തന്റെ ചുമന്ന മഷിയുള്ള പേനയെടുത്തു ആ പേപ്പറിന്റെ അടിയിൽ ഇങ്ങനെ എഴുതി: ഈ കടം ഞാൻ കൊടുത്തു തീർക്കുമെന്ന് എഴുതി. അതിനുശേഷം താൻ ഇങ്ങനെ എഴുതി: നെപ്പോളിയൻ ഫെർണാണ്ടസ് എന്ന് തന്റെ പേരെഴുതി അടിയിൽ വരയിട്ട് താൻ അതിൽ സൈൻ ചെയ്തു. താൻ പെട്ടെന്ന് അവിടെ നിന്ന് ഒന്നും അറിയാത്തവനെ പോലെ വെളിയിൽ ഇറങ്ങിപ്പോയി. അല്പനേരം കഴിഞ്ഞ് താൻ ഈ ഉദ്യോഗസ്ഥൻ ഉണർന്ന് തോക്കെടുത്ത് തലയോട് ചേർത്ത് കാഞ്ചി വലിക്കുവാൻ തുടങ്ങുന്നതിന് മുൻപ് ഒരു പ്രാവശ്യം കൂടെ താൻ എഴുതിയ പേപ്പറിലേക്ക് നോക്കി. പെട്ടെന്ന് തന്റെ കൺകൾ ആ ചുമന്ന മഷിയിലേക്കും തന്റെ കൺകൾ ഉടുക്കുവാനിടയായി. താൻ തോക്ക് മാറ്റി ആ പേപ്പർ കയ്യിലെടുത്തു വായിച്ചു. എന്ത്? എന്റെ കടം എന്റെ മേലുദ്യോഗസ്ഥൻ കൊടുത്തു തീർക്കുമെന്നോ? തനിക്ക് അത് വിശ്വസിക്കാൻ വളരെ പ്രയാസമായി. തന്റെ കയ്യിലിരുന്ന തോക്ക് താൻ വലിച്ചെറിഞ്ഞു. സന്തോഷം കൊണ്ട് താൻ തുള്ളിച്ചാടുവാൻ തുടങ്ങി. പ്രിയ ദൈവജനമേ, ഇത് ഒരു കഥയായിരിക്കാം നമ്മുടെ ദൃഷ്ടിയിൽ. എന്നാലും ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, നാം ഇതുപോലെ ഒരു നാൾ കടത്തിൻ കീഴിലായിരുന്നു. സാത്താന്റെ കയ്യിൽ നിന്നും കർത്താവ് നമ്മെ വില കൊടുത്തു വാങ്ങിയതാണ്. സാത്താന്റെ അടിമത്തത്തിൽ കിടന്ന നമ്മളെ യേശുക്രിസ്തു തന്റെ ജീവൻ നൽകി. തന്റെ ഓരോ തുള്ളി രക്തവും താൻ നൽകുമ്പോൾ പിശാചിന്റെ കയ്യിൽ കിടന്ന മരണത്തിന് അധികാരിയായിരുന്ന, അല്ലെങ്കിൽ മരണത്തിന് വിധിക്കപ്പെട്ട നമ്മെ കർത്താവ് തന്റെ രക്തവും ജീവനും കൊടുത്ത് നമ്മെ വിലക്കി വാങ്ങിയതാണ്. നാം ഇനിയും അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകുവാൻ ഇടയാകരുത്. സാക്ഷാൽ ക്രിസ്തയേശു നമ്മളെ സ്വതന്ത്രരാക്കി. ഇനി നാം അടിമമുഖത്തിൽ കുടുങ്ങിപ്പോകരുത്. അതുപോലെ ഈ അടിമമുഖത്തിൽ കുടുങ്ങിക്കിടക്കുന്ന അനേകരെ രക്ഷയിലേക്കും ഈ ജീവന്റെ വീണ്ടെടുപ്പിനേക്കും കൊണ്ടുവരുവാൻ ദൈവമായ കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഈ കഥ നിങ്ങൾക്ക് അതിനു വേണ്ടി പ്രയോജനപ്പെടുവാൻ കർത്താവ് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കഥ ഇവിടെ സമർപ്പിച്ചു കൊള്ളുന്നു. പ്രൈസ് ദി ലോർഡ്.